ഒരു പന്തത്തിന്റെ കഥ കേട്ടു, അതൊന്ന് വീണ്ടും തീ കൊളുത്താൻ പറ്റുമോ? അത് എന്റെ ഐഡിയ ആയി പോയി. പറന്ന് പണിയെടുക്കുക. കാര്യം വെച്ചാൽ ഒരു ഷോട്ട് അങ്ങനെ ബാക്കി വന്ന ആനയുടെ ചവിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് മറ്റേ എടുക്കട്ടെ. സ്ഥാനാന്ന് നമ്മള് സ്നാപയോഹൻ തന്നെ എടുത്താലോ പോലെ ഒന്ന് പോയി അഭിനയം പഠിക്കാൻ പറ്റുമോ ചോദിക്കാൻ പറ്റൂലല്ലോ. ഇരുന്ന ഇരിപ്പില് ഞാൻ വരെ ചില സിനിമകളിലൊക്കെ ഇല്ലേ വയസ്സായി പോണത് അതുപോലെ ആയിപ്പോയി. ജിലും ജിലും നിമ്നം നിമ്നം ജിലും ഡെയിലി എക്സസൈസ് ചെയ്യുന്നോണ്ടാ മൂന്നെണ്ണം. खुशबू तेरे बदन से किसी में नहीं नहीं रंगत तेरी सूरत से किसी में. അങ്ങനെ അജയന്റെ രണ്ടാം മോഷണം ഗോതയിലേക്ക് ഇറങ്ങിയാണ് അല്ലെ? ഞാൻ ഗോത എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പൊ ആദ്യം ഞാൻ ടൊവിനോട് നോക്കട്ടെ. ഈ സിനിമ 3 കാലഘട്ടങ്ങളിലാണെന്ന് പറഞ്ഞു. 3 പേരുകളും 3 കാലഘട്ടവും. ഓരോ കാലഘട്ടത്തിന്റെയും ഒരു ആ ക്യാരക്ടറിന് ഓതന്റിസിറ്റി വരുത്താനായിട്ട്, അല്ലെങ്കിൽ യുണീക്ക് ആവണല്ലോ, അല്ലെങ്കിൽ മറ്റതെല്ലാം കയറി വരാതിരിക്കാനായിട്ട് തുടങ്ങുമ്പോ തന്നെ ശ്രദ്ധിച്ച ചില കാര്യങ്ങളുണ്ടോ? ചില കാര്യങ്ങൾ അതായിരുന്നു എനിക്ക് ഇതിനകത്തുള്ള കളരി പഠിക്കുക എന്നുള്ളതിനേക്കാൾ എന്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിന് 3 രൂപത്തിലും ഭാവത്തിലും നടത്തത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആ ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനായിരുന്നു നമ്മൾ കൂടുതൽ സമയം ഡിസ്കഷൻസ് ആയിട്ടും ഒരു ആക്ടിങ് വർക്ക്ഷോപ്പായിട്ടും ഒക്കെ നമ്മൾ ചെലവഴിച്ചത് അതിന് വേണ്ടിയിട്ടായിരുന്നു. 3 റോളുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട സിനിമകളിൽ നിന്ന് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തുടക്കം തന്നെ രജനീകാന്ത് കൊച്ചാടിയൻ, അതല്ലെങ്കിൽ പാലരി മാണിക്യം മമ്മൂക്ക, അതല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ തീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുമാതിരി ധനുഷ് അനേകൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ 3 റോൾ എന്ന് പറഞ്ഞാൽ 3 വിഷൻ ഡയറക്ടർക്ക് വേണം. സാധാരണ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടറിനാണ് ഹീറോന് വിഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ എത്തുമ്പോൾ എങ്ങനെയായിരുന്നു താങ്കളുടെ ആയിരിക്കുള്ള ഒരു പ്രോസസ്? ബേസിക്കലി ഒരു 3 കഥയുണ്ട്, 3 ആർട്ടിസ്റ്റ് ഉണ്ട്, എല്ലാം എങ്ങനെയോ AR 3 അങ്ങനെ ഒരു 3D ആണ്. അങ്ങനെ കുറെ ഇതുണ്ട്, ട്രയോ പരിപാടികളുണ്ട്. അപ്പൊ അതില് നേരത്തെ പറഞ്ഞ പോലെ ഒരാള് അസുരനാണ്, ഒരാളൊരു ദൈവനാണ്, ഒരാള് മനുഷ്യനാണ്. അതെ, ആ ജനറേഷൻസ് ഡിഫറെന്റ് ആയിട്ട് തന്നെ തോന്നണം എന്നുള്ളത് നമുക്ക് നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് അതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴത്തേക്കാണ് എനിക്കും ചോദിക്കാൻ മടിയുണ്ട്, ഒന്ന് പോയി അഭിനയം പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറ്റൂലല്ലോ. അത് ടൂവി ഇങ്ങോട്ട് തന്നെ എൻ്റെ അടുത്ത് നമുക്ക് അങ്ങനെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്യാം, എന്നിട്ട് അതനുസരിച്ചിട്ട് മാപ്പ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ വിനയ് സാറിനെ വിളിക്കുന്നു. ഞങ്ങൾ ടോവിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് അതായത് എനിക്ക് തോന്നുന്നു ഫുൾ സ്ക്രിപ്റ്റ് എടുത്തിട്ട് അതെനിക്ക് ഭയങ്കര ആസ് എ ഡയറക്ടർ ഞാൻ 5 ദിവസം ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിരുന്നു. ഞാൻ ഈ നേരത്തെ എനിക്ക് ഡയറക്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, ആദ്യത്തെ സിനിമയല്ലേ. അപ്പം മ്യൂസിക് വീഡിയോ ആണ് ഞാൻ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഷോർട്ട് ഫിലിം പോലും ചെയ്തിട്ടില്ല. ബേസ്ലൈൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ. അപ്പം എനിക്കത് ഈ ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇപ്പം ട്രെയിനർ ആണെങ്കിലും ടോവി ആണെങ്കിലും ഈ സീനിൽ നീ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഫുൾ സാധനം എനിക്ക് ആ 3 ദിവസം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റി. അപ്പൊ അതെനിക്കൊരു പ്രീ വിഷ്വലൈസേഷനും എല്ലാം ഉണ്ട്, ഇതാണ് പരിപാടി എന്നുള്ളത്. അപ്പൊ ഭയങ്കരമായിട്ട് മാപ്പായി കിട്ടി. പിന്നെ ഓൺ ലൊക്കേഷൻ ഈ ഡ്രസ്സും ഈ ലുക്കിലും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മള് ഓക്കെ, മണിയനെത്തി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെത്തി. ഈ വേഷം നമ്മള് സാധാരണ ഏതെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിനും ഷർട്ട് പാന്റ് അല്ലെങ്കിൽ ഷർട്ടും ഉണ്ട് എന്നുള്ളത്. ഇതിൽ അജയനെ മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 പേർക്കും ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മണിയന് കുറെ ആക്സസറീസും ചെലങ്കയും മറ്റേ കയ്യിലുള്ള സാധനവും ഒരു മണി ഇവിടെ ഒക്കെ ആയിട്ട് ഞാൻ കാരവനിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രിയാണല്ലോ ഷൂട്ട് മുഴുവൻ. അപ്പൊ ഒരു ചെറിയ ഇത്തിരി പ്രേതാന്തരീക്ഷമുള്ള ഒരു സ്ഥലം. അല്ല, ഇത് ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് പോതാങ്കണ്ടം കൊണ്ട് ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അത് 600 ഏക്കർ അവിടെ വലിയ ആൾ താമസമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. അപ്പൊ രാത്രി കാരവനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ലൊക്കേഷനിലേക്ക് നടക്കുമല്ലോ. ഇങ്ങനെ ഈ ജിലും ജിലും നിമ്നം നിമ്നം ജിലും ജിലും ആ സാധനം ഉണ്ടാവും. എല്ലാരും ഇങ്ങനെ പേടിക്കും. അങ്ങനെ അല്ല, ഞാൻ അങ്ങനെ പെർഫോമിംഗ് ആർട്സ് ഒന്നും അങ്ങനെ വേറെ ഈ അപ്പൊ തന്നെ മറുപടി കിട്ടുന്ന, അപ്പൊ തന്നെ റെസ്പോൺസ് കിട്ടുന്ന ആർട്ട് ഫോംസ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ നാടകമോ അങ്ങനെ ഒന്നും അങ്ങനെ പ്രൊഫഷണലി ചെയ്തിട്ടില്ലാത്തതാണ്. അപ്പൊ ഇതില് എനിക്ക് ഇങ്ങനത്തെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ സമയത്ത് ആൾക്കാര് ഈ ശബ്ദം കേട്ടിട്ട് പെട്ടെന്ന് രാത്രിയും കൂടെ ആണല്ലോ, അപ്പൊ സൈലൻസിൽ ശബ്ദം കേട്ടിട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു വരും. പക്ഷെ ആ വരവില് ആൾക്കാരുടെ നോട്ടവും ആൾക്കാരുടെ ശ്രദ്ധയും ഒക്കെ കൂടെ എനിക്ക് കുറച്ചും കൂടെ എനർജി കിട്ടിയായിരുന്നു. നമുക്കറിയാം കാരവനിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും മീറ്റർ അകലെയാണെങ്കിലും
ടോയോ വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മൂത്രമൊഴിക്കാൻ കാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ജിലും ജിലും ജിലും. ഞാനും ഇദ്ദേഹം കൂടി ഏഷ്യാനെറ്റ് മുതലുള്ള ബന്ധമാണ്. വോയിസ് ഓഫ് ദ വീക്ക് ഇദ്ദേഹം ആങ്കറാണ്. അപ്പൊ ഞാൻ അന്ന് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അന്ന് PR ഒക്കെ ചെയ്യണം. പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇദ്ദേഹം പിന്നിൽ നിന്നിട്ട് HSME അതായിരുന്നു ഞാൻ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ കണ്ട ജഗദീഷ് ഫ്രം സ്ക്രീൻ. അത് കഴിഞ്ഞ് ഞാൻ എവിടെ എഴുതി കണ്ടു, താങ്കൾ ആക്ടിങ്ങിൽ കൂടെ മിഡ് ലൈഫ് ക്രൈസിസ് കടന്നുപോയി. ആ മിഡ് ലൈഫ് ക്രൈസിസ് നിന്ന് തിരിച്ചു വന്ന് അനേകം പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് താങ്കൾ അന്നൊക്കെ. ഇപ്പോൾ ഇതാ ഈ ചുടക്കൂട്ടൻ്റെ അടുത്തിരുന്ന് അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അജയൻ രണ്ടാം മോഷണത്തിൽ? അല്ല, ഞാൻ ഈ പറയുന്ന പോലെ ആദ്യം ചെറിയ വേഷങ്ങളിൽ വന്നു, പിന്നെ അതിനനുസരിച്ച് പിന്നീട് ഇൻ ഹരിഹർ നഗറിന് ശേഷം ഹീറോ ആയി. 10-40 പടങ്ങളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചു. അതിനുശേഷം ഒരു ക്യാരക്ടർ ആക്ടർ ഫേസ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ കിട്ടിയില്ല. അഭിനയിക്കാനൊക്കെ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചത്. എന്നിട്ട് ഞാനത് ഉപേക്ഷിച്ചു. മമ്മൂക്കയ്ക്ക് അഡ്വാൻസ് വരെ കൊടുത്താണ് ആ സമയത്ത്. മമ്മൂക്കയ്ക്ക് അഡ്വാൻസ് വരെ കൊടുത്തു. ആ സമയത്ത് വേറൊരു നല്ല വേഷം കിട്ടി. അങ്ങനെ അങ്ങ് മാറി. അപ്പോഴും ഞാൻ ഹാപ്പി ആയിരുന്നില്ല. പിന്നീട് ഒരു ലീല എന്ന് പറഞ്ഞൊരു പടമാണ് എന്നെ വീണ്ടും മിസ്റ്റർ നായർ. അതെ. അപ്പോൾ ആ ലീല എന്ന് പറഞ്ഞ പടത്തിന് ശേഷം പിന്നെ എന്നെ തേടി വന്നിട്ടുള്ള സംവിധായകരെല്ലാം വളരെ യങ്ങാണ്. റോഷാക്കോട്ട് അടുത്ത ഫേസ് തുടങ്ങാണ്. സീസൺ 2 2.0 ഒക്കെ പറയാം. ആ റോഷാക്ക് തൊട്ട് ഞാൻ താരതമ്യേന എല്ലാം യുവ സംവിധായകരുടെ കൂടെയാണ്. അതിൽ എത്തി നിൽക്കുന്ന ജിതിൻ്റെ അടുത്താണ്. ദിലീപ് ഏട്ടനും ഉണ്ട്. ആ ദിലീപ് ഏട്ടൻ അതാണ്. പുരുഷപ്രേതമുണ്ട്, റോഷാക്കിലെ പുരുഷനുണ്ട്, നിതീഷുണ്ട്, പിന്നെ കാപ്പയില് ഷാജിയാണ്, പിന്നെ then ഗരുഡനുണ്ട്, യങ് ഡയറക്ടറാണ് അരുൺ വർമ്മ, ഓസ്ലറിലെ ഡോക്ടർ. അപ്പം അങ്ങനെ കുറേ ഈ വേഷങ്ങളെല്ലാം തന്നെ അതൊരു അടുത്ത സീസണിൽ അടുത്ത ഫേസിൽ എനിക്ക് കിട്ടിയാണ്. ആ സമയത്താണ് ഈ റോള് വരുന്നത്. അപ്പോൾ ജിതിൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴേ വളരെ ചലഞ്ചിങ് റോളാണ്, നല്ല റോളാണ്. അപ്പോൾ ജിതിൻ ആദ്യം ചുരുക്കം വാക്കുകളിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഒരു ഗ്രാൻഡിയർ എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്ത ആ ഏരിയ തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമുള്ള ഒരു ഏരിയ ആയിരുന്നു. താങ്കൾ ജഗദീഷിനെ കണ്ടൊരു കഥയുണ്ടല്ലോ ആദ്യം, എങ്ങനെയാ സാറേ കാണാൻ ആദ്യം? അതായത് ഈ സിനിമയ്ക്ക് വേണ്ട എല്ലാവരെയും ഈ സിനിമ എന്നെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും സുജിത്തേട്ടൻ റൈറ്ററും. അങ്ങനെ ജഗദീഷ് ഏട്ടൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, അതായത് സിനിമ തുടങ്ങാൻ പോവാണ്, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വിളിച്ചതാണ്. പരിചയമൊന്നുമില്ല. പെട്ടെന്ന് ജഗദീഷ് ഏട്ടൻ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇതിൽ പറ്റിയില്ല, നമുക്ക് എന്തായാലും അടുത്തതിൽ നമ്മൾ. അപ്പം ഞാനും പറഞ്ഞു ചേട്ടാ അടുത്തതിൽ ഇത് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഈ ക്യാരക്ടർ നമ്മൾ ചെയ്യാനിരുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പം അതിങ്ങനെ മാറുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ജഗദീഷ് ചേട്ടാ അടുത്ത പരിപാടിയല്ല, നമുക്ക് ഈ പരിപാടിയിൽ തന്നെ ഒരു സാധനം. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചൊരു ക്യാരക്ടറാണ് അത്. നേരത്തെ ഞാൻ വളരെ മൈന്യൂട്ടുമായിട്ട് മാത്രമേ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ജഗദീഷ് ഏട്ടനെ ഞാൻ ആ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് റോണക്സ് ഏട്ടൻ മേക്കപ്പ് ചെയ്ത് അതല്ലെങ്കിൽ ആ ക്യാരക്ടറിലോട്ട് നാണു എന്ന് പറയുന്ന ഒരു കൊല്ലനായിട്ടാണ് ചെയ്യുന്നത്. കൊല്ലനും കള്ളനും കോംബോ, ഡെഡ്ലി കോംബോ. അപ്പൊ ആ ഡെഡ്ലി കോംബോയിൽ നമ്മുടെ മനസ്സിലുള്ള ആ നാണുവിന്റെ സാധനം ഞാൻ ആ മിററിൽ കണ്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ജഗദീഷ് ഏട്ടനെ അല്ല എന്നുള്ളൊരു ആ കറക്റ്റ് ഇതും, പിന്നെ നമ്മൾ ആ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ ഇവർ രണ്ടുപേരും നടന്നു വരുന്നൊരു സീക്വൻസ് ആണ്. അപ്പോൾ ഇപ്പൊ ടോവി എങ്ങനെ നടക്കണമെന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ മാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജഗദീഷ് ഏട്ടൻ്റെ ഫസ്റ്റ് ഷോട്ട് തന്നെ മറ്റേ കയറിൽ കെട്ടിത്തൂങ്ങി ഇറങ്ങുന്നതാ ഫസ്റ്റ് സീൻ. അതായത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഈ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് ഞങ്ങളങ്ങനെ തൂക്കി ഇറക്കുകയാണ്. അപ്പൊ തൂക്കി ഇറക്കി കഴിഞ്ഞിട്ട് ടോവിക്ക് നമ്മളൊരു സാധനം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ജഗദീഷ് ചേട്ടനെ ആ ക്യാരക്ടറിലോട്ട് എത്തിക്കാൻ വേണ്ടി എനിക്ക് ആ നടത്തം വരെ നമ്മളത് ഡിസ്കസ് ചെയ്ത് അപ്പം മാപ്പ് ചെയ്ത് പിന്നെ അങ്ങോട്ട് ആ മീറ്റർ പിടിച്ചങ്ങ് പോയി. രേഖ, എൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. കാരണം വെച്ചാൽ ഞാൻ മോണിറ്റർ ഒരിക്കലും നോക്കാറില്ല. എന്നെ ഗൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്ടർ മാത്രമല്ല, ക്യാമറാമാൻ, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, ലൈറ്റ്മെൻ, അവരുടെ അടുത്ത് വരെ ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട്. അവർ എല്ലാം ഓക്കെ പറഞ്ഞാൽ ഹാപ്പി ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഞാൻ മോണിറ്റർ ചെയ്യുന്നത് എന്താണ് എൻ്റെ മിസ്റ്റേക്ക് പറഞ്ഞു തരേണ്ട ഡയറക്ടറാണ്. ഞാനിപ്പോൾ മോണിറ്റർ കണ്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നാലും ഡയറക്ടർ ഹാപ്പി അല്ലെങ്കിലോ? അപ്പോൾ അതുകൊണ്ട് ഇവരെ വിശ്വസിച്ചാണ് ഞാനിപ്പോൾ ഏത് പടത്തിലും എൻ്റെ റോള് നന്നായിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ അതിന് കാരണക്കാരൻ സംവിധായകനും റൈറ്ററുമാണ്. ഒരു പന്തത്തിന്റെ കഥ കേട്ടു, അതൊന്ന് വീണ്ടും തീ കൊളുത്താൻ പറ്റുമോ?
അത് എന്റെ ഐഡിയ അത് എന്റെ ഐഡിയ ആയി പോയി. അത് ചേട്ടന് അറിയാമോ കഥ? ആ കേക്കട്ടെ. ആ മണിയന്റെ ആ മറ്റേ കവുങ്ങന്തോട്ടത്തിനകത്തുള്ള നമ്മള് ഗുഹയൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന്റെ ഷൂട്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് അവസാന ദിവസങ്ങളിലെ ഷൂട്ട്, ഒരാഴ്ച കണ്ട ഷൂട്ട് ബാക്കിയുള്ളൂ മണിയന്റെ. ചേട്ടൻ പോയി കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അപ്പൊ ആ കവുങ്ങന്തോട്ടത്തിൽ കിടന്ന് ഓട്ടോ ചാട്ടം പരിപാടി ഇടയ്ക്ക് ഞാനിങ്ങനെ കവുങ്ങിന്ന് ഇങ്ങനെ തലകീഴായിട്ട് ഇങ്ങനെ തൂങ്ങി ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് വരുന്ന ആളെ ചവിട്ടുമ്പോ ഇയാളുടെ കയ്യിലുള്ള പന്തം താഴെ വീഴും. മുകളിലോട്ട് അല്ല ആദ്യത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത് താഴെ വീഴും. അപ്പൊ ഞാൻ ലാൻഡ് ചെയ്ത് ഞാൻ ഈ പന്തം ഇങ്ങനെ എടുത്തിട്ട് ഇയാളുടെ ഫേസിൽ അടിക്കണം, ഇതായിരുന്നു പ്ലാൻ. പക്ഷെ ഞാനിത് ചെയ്ത് ഞാൻ താഴത്ത് ലാൻഡ് ചെയ്തിട്ട് നോക്കിയപ്പോ പന്തം താഴത്തില്ല, പന്തം എയറിലാണ്. അപ്പൊ ഞാൻ ഒന്ന് ശ്രമിച്ചാൽ അത് എയറിൽ തന്നെ പിടിക്കും. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാനിങ്ങനെ ഇതില് പിടിച്ചോളാന്ന് പറഞ്ഞു. ഇവന്റെ അടുത്ത് പറയുന്നതിന് മുമ്പത്തെ കഥ എന്താ വെച്ചാല്, ഞാനാണെങ്കിൽ ഇതിങ്ങനെ താഴ്ത്തെടുത്ത് അടിക്കുന്നതിനേക്കാൾ ഏറെ തന്നെ പിടിച്ചിട്ട് അടിച്ചാൽ കുറച്ച് സ്റ്റൈൽ ആവില്ല. അപ്പൊ ഞാനിതിങ്ങനെ ഇത് ചോദിക്കണത് നടക്കുമോ, ഇനിയിപ്പോ ഞാനിത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ ഇല്ല ഫൈറ്റ് മാസ്റ്റർ നോക്കിയപ്പോഴും ഫൈറ്റ് മാസ്റ്റർ വിക്രം പോകുന്നുണ്ട്, കാന്താരയുടെ ഒക്കെ ഫൈറ്റ് മാസ്റ്റർ. ഞാനിങ്ങനെ ഫൈറ്റ് മാസ്റ്റർ പതുക്കെ വിളിക്കേണ്ടിട്ട് നോക്കിയപ്പോ പുള്ളി എന്നെ നോക്കിയിരിക്കുക, അത് ചെയ്തു നോക്കാം എന്നുള്ളതിലേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് പറഞ്ഞത് ഞാനിത് ഏറിന്ന് ഒന്ന് പിടിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 3D ആണല്ലോ, അപ്പൊ ഞാൻ ടോപ്പ് ആംഗിൾ വെക്കാം. അപ്പൊ ഈ പന്തം മുകളിലോട്ട് കേറുന്ന പൊക്കത്തില് പിടിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഔട്ട് ഓഫ് സ്ക്രീൻ എക്സ്പീരിയൻസും കിട്ടുമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിങ്ങനെ. പക്ഷെ പന്തം ഒരു മോശം ആർട്ടിസ്റ്റ് ആയിരുന്നു, പറഞ്ഞ പോലെ അല്ല വന്നത്. അതായത് പന്തം ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് പിടി താഴെയും തീ മുകളിലായിട്ട് വരുന്നതിന് പകരം പന്തം അങ്ങനെ മുകളിൽ പോയിട്ട് അതിന് തന്നെ തോന്നി ഇങ്ങനെ തിരിഞ്ഞ് ഒരു തീയോളം മുഖത്തേക്ക് വരുന്ന പോലെ. അപ്പൊ ഇങ്ങനെ വന്നത്, അപ്പൊ ഞാൻ പെട്ടെന്ന് തിരിച്ചു കളഞ്ഞു. അപ്പൊ ഇവിടെ കൊണ്ട് ഇവിടെ ഇത്രയും ഭാഗം പുള്ളി മറ്റേ ഫോട്ടോ നോക്കിയിട്ട് എന്റെ ഐഡിയ ആയി പോയി. അല്ല ബേസിക്കലി ഇപ്പൊ ടോവി ആയോണ്ട് എനിക്കറിയത്തില്ല, വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോ അന്ന് ബ്രേക്ക് എടുത്തിട്ട് എല്ലാം ശരിയായിട്ട്. പക്ഷെ അവിടെ ചെല്ലുന്നു, കുറച്ച് മറ്റേ ക്രീം ഇടുന്നു, തിരിച്ചപ്പ വന്ന് അടുത്ത ഷോട്ട്. ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഹാർഡ് വർക്കിംഗ് അല്ലേ, ഇത് തീർക്കണ്ടേ. ഞാൻ മഴ, അതായത് നമുക്ക് ഈ ഒരു പരിക്ക് പറ്റിയെന്നും പറഞ്ഞിട്ട് നമ്മൾ പരമാവധി അത് ഒരു ദിവസമൊക്കെ ബ്രേക്ക് എടുക്കണം എനിക്ക് മനസ്സിലാക്കാം. ഷൂട്ട് അവിടെ ബാക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ആൾക്കാരെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്ന് ഇത് അങ്ങനെയുള്ള പല പേടികളും ഉണ്ട്. കാര്യം നമ്മൾ അങ്ങനെ ഭയങ്കര ബാഹുബലി സെറ്റപ്പിലല്ല ചെയ്യണേ. ടൊവിനെ സംബന്ധിച്ചിടത്തോളം ടൊവിനുമായിട്ട് എപ്പോഴും മത്സരിക്കും. അതൊരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞല്ലോ നല്ല ക്വാളിറ്റിയാണ്. കാരണം വെച്ചാൽ ഒരു ഷോട്ടിൽ ഒരിക്കലും തൃപ്തനല്ല. ഓക്കെ ഷോട്ട് ജിതിൻ ഓക്കെ പറഞ്ഞ ഷോട്ടിൽ വീണ്ടും അഭിനയിക്കും. ജിതിൻ പറഞ്ഞ ഓക്കെയാണ്, അല്ല ഒന്നുകൂടെ അപ്പോൾ അത് ടൊവിനോ തന്നെ മത്സരിക്കും. ഓരോ ഈ ക്യാരക്ടർ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുഞ്ഞിക്കേളും മണിയനും അജയനുമായിട്ട് മത്സരിച്ചിരിക്കുകയാണ്. നല്ലൊരു മത്സരം. അതിൽ ആരാണ് അത് പറയാൻ പറ്റില്ല, അത് പ്രേക്ഷകർ തീരുമാനിക്കും. ആൾക്കാർ കാണുന്നതിന് മുമ്പ് ഷൂട്ടിങ്ങിന്റെ സമയത്തല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സിനിമ കാണുന്ന സമയത്ത് അത് നന്നാക്കാമായിരുന്നു തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അത് കാരണം കൊണ്ട് നമ്മൾ ആ സമയത്ത് തന്നെ ചെയ്തു. എന്നിട്ടും സിനിമ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ കുറച്ചു അത് അങ്ങനെ ചെയ്യായിരുന്നു. അല്ല, പിന്നെ ഒരു നായകൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നായകൻ എന്ന് വിളിക്കുന്നത്? നയിക്കുന്ന ആളാണ്. അപ്പോൾ നയിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സുഖമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. ഷോൾഡറിലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ 3 റോളും കൂടെ എടുത്തു വെച്ചിരിക്കുകയാണ്. അതെടുത്ത് വെക്കുന്നത് സ്വീറ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുത്ത്. ഈ സ്വീറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ എത്ര സമയം പിടിച്ചു ഈ കഥ എന്ന് പറഞ്ഞപ്പോ? ചെയ്യാന്നുള്ള ഞാൻ അപ്പൊ തന്നെ കഥ കേട്ടപ്പോ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ ഇത് ഇവനോട് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ 3 വേഷം ചെയ്യുന്നു ഇങ്ങനെ കുറച്ച് നാൾ നടന്നു. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, നമുക്ക് 3 സിനിമനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്ത് നോക്കാം, നമുക്ക് അങ്ങനെ ഡിസ്കഷൻ ചെയ്ത് നോക്കാം. പിന്നെ തുടങ്ങിയേക്കാൾ കുറച്ചാൾ മുമ്പ് ഞങ്ങൾ തന്നെ തീരുമാനത്തിലെത്തി നമുക്ക് ഒരു പ്രോപ്പർ തിയറി അറിയുന്ന ഒരാളും കൂടെ വേണം. അപ്പോഴാണ് നമ്മൾ എങ്ങനെയാ ഓരോ ക്യാരക്ടേഴ്സും ബിഹേവ് ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഐഡിയയിൽ മാത്രം ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് സിമിലാരിറ്റീസ് കൂടുതൽ. ഈ പന്തം കൊളുത്തി പടയുടെ കഥ പറഞ്ഞു, ഇനി ബീഡി കൊളുത്തിയ കഥ കേക്കട്ടെ. ബീഡി അത് ഞാൻ ചേട്ടനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനുണ്ട്, പുള്ളി ബീഡി വലിക്കുമായിരുന്നു. അപ്പൊ ആ ബീഡി വലിച്ചിട്ട് പുള്ളി പകുതി ബീഡി അകത്തേക്ക് എടുത്തിട്ട് എന്റെ വീടിന്റെ പുറത്തെടുക്കുമ്പോ അപ്പൊ ഞങ്ങളെ കളിപ്പിക്കുന്നതാണ്. പക്ഷെ എനിക്കത് കണ്ടിട്ട് അത് ഭയങ്കര മാജിക്കാണ്. കത്തുന്ന ബീഡി വായിക്കകത്തെടുത്തിട്ട് പിന്നെ അത് പുറത്തേക്ക് വന്നിട്ട് വീണ്ടും അത് കത്തും. പഴയ ആൾക്കാരൊക്കെ ചെയ്യൂല്ലോ. അപ്പൊ അതന്ന് കണ്ട് അന്ന് നമ്മള് ചെറിയ തീപ്പെട്ടിക്കുള്ളിലേക്ക് വെച്ചിട്ട് ഈ നാക്കിന്റെ പല്ലിന്റെ ഇടയ്ക്ക് വെച്ച് അകത്തേക്ക് മറക്കുന്നതും ആറ്റം നാക്കിൽ മുട്ടാതിരിക്കുന്നതും തിരിച്ചെടുക്കുന്നതും ഒക്കെ നമ്മള്
പഠിച്ചിട്ടുണ്ട്. പിന്നെ ബീഡിക്ക് ആക്സസ് കിട്ടി തുടങ്ങിയ കാലത്ത് നമ്മൾ ഇതും ചെയ്ത് കൂട്ടുകാരുടെ അടുത്ത് ഒരു സാധനം കാണോ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ടോവിക്ക് ഇങ്ങനത്തെ കുറെ Tricks ട്രിക്സ് അറിയാം. അറിയാം. ഞാനിപ്പോഴും പഠിച്ചതാണ് കുട്ടി. അപ്പൊ ഇത് നമ്മൾ വേറൊരു സീൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇത് കാണിച്ചു. അപ്പൊ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കൗന്തോട്ടത്തില് ഒരു ഫൈറ്റ് എടുക്കുന്നതിന്റെ സമയത്താണ്, ഇപ്പൊ ടീസറിലുള്ള ഷോട്ടാണത്. അപ്പൊ മറ്റേ നേരം വെളുക്കാൻ പോകുന്നു, ലൈറ്റ് വരും, ചെറിയ ചാറ്റൽ മഴ തുടങ്ങി, മറ്റേ ആ സീൻ എൻഡ് ചെയ്യുന്ന പോർഷനാണ് എടുക്കുന്നത്. അപ്പം ഭയങ്കര ഇടയ്ക്ക് ബ്രേക്ക്, മഴ പെയ്തിട്ട് നിർത്തി വെച്ചു, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് മഴ കുറച്ച് കുറഞ്ഞു. അങ്ങനെ ഭയങ്കര റഷിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു ഒരു ഒരു എൻഡിങ് മൊമെന്റ് വേണം അവിടെ. അത് ഭയങ്കര മാസമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ബ്രോ എന്തെങ്കിലും പറയല്ലേ നമ്മള് സ്നാപയോഹനെ എടുത്താലോ പോലെ. അല്ല, ബേസിക്കലി നമ്മൾ അതിലങ്ങനെ ലോജിക്കുന്നു. ഒരാൾ ഫൈറ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ട് ഇതെങ്ങനെ മണിയൻ എന്തും എന്തുവാണോ ചെയ്യാം എന്നുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് പുള്ളി അവിടെ അടിച്ചിട്ടിട്ട് ഒരു ഇതിൽ പിടിച്ചിട്ട് ഈ സാധനം എടുത്തു. അതേ സമയത്ത് കറക്റ്റ് ബാക്കിൽ നിന്ന് ആൾക്കാർ പന്തമായിട്ട് അടുത്തെത്തുകയും ചെയ്തു. അപ്പം അത് നമ്മൾ ആ ലോ ആംഗിളിൽ അത് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷെ മറ്റേ ബോണസ് കിട്ടിയെന്നുള്ള അടിപൊളി. അത് മറ്റേ CG ഒന്നുമില്ല, ഒറിജിനൽ കത്തി. തീവണ്ടിയൊക്കെ ചെയ്തിട്ട് ശീലണ്ടല്ലോ. അങ്ങനെ കത്തിക്കുന്ന പോലെയല്ല, അകത്ത് കത്തിച്ചിട്ട് പുറത്തെടുക്കും. അതെ, ഇത് കൊച്ചുകുട്ടികൾക്ക് പഠിച്ചായിരിക്കും അല്ലേ? കത്തിച്ചിട്ട് കുട്ടിക്കാലത്തൊന്നും പഠിച്ചിട്ടില്ല. കോളേജൊക്കെ എത്തിയപ്പോഴത്തേക്ക് കുട്ടിക്കാരനെ ഉദ്ദേശിച്ചത് കോളേജാണ്. എന്റെ കോളേജ് കഴിഞ്ഞിട്ട് അധികം നാളൊന്നായിട്ട് ഞാൻ ഇന്നാള് ചേട്ടാ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മള് കോളേജ് ഇന്നാള് കഴിഞ്ഞു, +2 ഇന്നാള് കഴിഞ്ഞു, അങ്ങനെ വിചാരിക്കണേ. +2 ഇന്നാള് കഴിഞ്ഞു. കാര്യം അത് നല്ല ഓർമ്മയുണ്ട്, നല്ല ക്ലാരിറ്റിയുള്ള ഓർമ്മയാണ്. അപ്പൊ ഞാൻ ഇന്നാളെ എന്റെ 2 ടീച്ചേഴ്സ് റിട്ടയർ ആയിട്ട് ആ ഫംഗ്ഷന് വീടിന്റെ അടുത്ത് തന്നെയാണല്ലോ സ്കൂൾ. അപ്പൊ ഞാൻ അവിടെ പോയി ആ ഫംഗ്ഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ചോദിക്കണം, നിങ്ങൾക്കൊക്കെ ഇത്രയും പ്രായമുണ്ടോ? റിട്ടയർ ആവണേ 58 വയസ്സൊക്കെ ആവണേ, അത് എന്തുമാത്രം പ്രായമോ? വലിയ മാറ്റമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ +1 +2 പിള്ളേര് അവിടെ ഹാളിൽ മുഴുവനുണ്ട്. ടീച്ചർ പറയണത്, നീ അങ്ങോട്ട് നോക്കി ആയിരിക്കുന്നു +1 +2 പിള്ളേരല്ലേ, നീ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോ അവരൊന്നും ജനിച്ചിട്ടില്ല. ഇരുന്ന ഇരിപ്പില് ഞാൻ ചില സിനിമകളിലൊക്കെ ഇല്ലേ വയസ്സായി പോണത്, അതുപോലെ ആയിപ്പോയി. അത്രയും കൊല്ലം കഴിഞ്ഞോ ഞാൻ നമ്മളെ പറയില്ല. അല്ല, നമ്മളെന്നെ നിത്യ യൗവന. അല്ല, നിത്യവിവാനം എന്ന് പറഞ്ഞാൽ മുകേഷ് എന്നെ ഒരിക്കൽ കളിയാക്കി. കാരണം ദുബായിൽ ഒരു ഷോയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ച് പറഞ്ഞാണ്. കാരണം വെച്ചാൽ ഏതോ ഒരു കേരളത്തിലെ ഏതോ ഒരു ലൊക്കേഷനിൽ പോയപ്പോൾ മുകേഷ് കണ്ടെന്ന് ഞാൻ ഒരാൾ ഒരു നരച്ച താടിയൊക്കെ വളർത്തി ഭയങ്കര പ്രായമുള്ള ഒരാളെ എന്ന് പറഞ്ഞ് ഞാൻ ഓടിക്കുന്നു മുകേഷ് പറഞ്ഞു. എന്ന് വെച്ചാൽ എൻ്റെ സ്റ്റുഡൻ്റാണ്, അത് ആൾക്കാരെ അറിയിക്കാതിരിക്കാൻ ഞാൻ ഓടിച്ചാണെന്ന്. ഇവിടെ വരരുത് കാണാൻ. പക്ഷെ ഇദ്ദേഹം എന്നും ഇങ്ങനെയല്ലേ, എത്ര ഡെയിലി എക്സസൈസ് ചെയ്യുന്നോണ്ടാ. അതെ, ഈ മൾട്ടിപ്പിൾ ജനറേഷൻസിലെ ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ജനറേഷൻ ഉദ്ദേശിക്കുന്ന പ്രായം മാത്രമല്ല, എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിൽ സുരഭി എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്, അതുമാതിരി ടോവി ഉണ്ട്. അപ്പൊ ഈ ആസ് എ ഡയറക്ടർ ആൻഡ് യങ് ഡയറക്ടർ, ആദ്യത്തെ സിനിമ താങ്കൾക്കുണ്ടായിരുന്ന ചില ടെൻഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു മാറി കിട്ടി? വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടെൻഷൻ ഉണ്ടെങ്കിലും പുറത്തേക്ക് അറിയില്ല. ഇവനിതാണ് മറ്റേ അതായത് വൈകിട്ട് 5 മണിക്ക് ആന വരും, അതിനു മുമ്പ് ഷൂട്ട് ചെയ്യണം. അവിടെ നമ്മൾ അതിരപ്പള്ളിയിൽ ഷൂട്ട് ചെയ്യുമ്പോ വെള്ളം കുടിക്കാനായിട്ട് ആന വരും, അതിനു മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് എല്ലാവരും പറന്ന് പണിയെടുക്കുക. കാര്യം വെച്ചാൽ ഒരു ഷോട്ട് അങ്ങനെ ബാക്കി വന്ന ആനയുടെ ചവിട്ടുള്ളല്ലോ എന്ന് വെച്ചിട്ട് ഇവന് ആഗ്രഹമൊന്നുമില്ല. ആനയിൽ ഇവന് ടെൻഷൻ ഒന്നുമില്ല. പാലം കുലുങ്ങിയാലും ഞാൻ ചോദിക്കുന്നു, നിനക്ക് ടെൻഷൻ അല്ലേ? കുറച്ച് കാണിക്കും ഞങ്ങൾക്ക്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് ടെൻസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനം കിട്ടത്തില്ല. അത് മാത്രമല്ല, നമ്മുടെ മൈൻഡ് പ്രോപ്പറായിട്ട് വർക്ക് ആവത്തില്ല. അപ്പൊ നമ്മൾ ഭയങ്കര കൂളായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കൂടെ ഐഡിയാസും സാധനങ്ങളും. എനിക്കൊക്കെ ടെൻഷൻ അടിക്കാം. കാര്യം എന്താ വെച്ചാല് ഫൈനലി ഇത് യെസ് ഓർ നോ പറയുകയും ഇത് ഷോട്ട് ഇതാണോ മൊത്തം സിനിമയും തലയിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഡയറക്ടറിന്റെ ആയിരിക്കും. ഇവൻ ടെൻഷൻ അടിച്ചാൽ ഞാൻ ആരോട് കൂട്ടെ ടെൻഷൻ പറയും. അല്ല, ഒരു ആക്ടർക്ക് വേണ്ടത് ഏറ്റവും കൂടുതൽ വേണ്ടത് കഴിവിനേക്കാളും കൂടുതൽ പേഷ്യൻസ് ആണ്. ഇപ്പം ഞാൻ ഈ സെറ്റിൽ എന്നല്ല, ഒരു സെറ്റിലും ഈ ലൈറ്റ് അപ്പിന് സമയമെടുത്തു എന്ന് കരുതി ഇറിറ്റേറ്റഡ് ആവില്ല ഞാൻ. അത് അവരുടെ ജോലിയാണ്. നമ്മുടെ അഭിനയം നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുന്ന പോലെ ആ ക്യാമറ വർക്ക് നന്നാകാൻ അയാൾ ശ്രമിക്കില്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ പേഷ്യൻസ് ചിലപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ രവി ഇതിനകത്ത്
ഒരു അണ്ടർ വാട്ടർ പോലെ ഒരു കാര്യങ്ങൾ ഒരു ഇങ്ങനെ നിറഞ്ഞു വരുന്നു, വെള്ളം ഇങ്ങനെ നിറഞ്ഞു വരുന്ന സംഭവമുണ്ട്. അവിടെ ടൊവിനോ നിർത്തിയിട്ട് നമ്മൾ ഡിലേ വരുത്തി കഴിഞ്ഞിരുന്നാൽ അത് നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. ടോയ് പറഞ്ഞിട്ടില്ല എളുപ്പം എടുക്കുക എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞാൻ ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞു, ഒരാളവിടെ വെള്ളത്തിരിക്കുകയാണ്, റിസ്ക് ഉള്ള ഒരു കാര്യമാണ്, നിങ്ങൾ അത് ചെയ്യാനുള്ള പെട്ടെന്ന് ചെയ്യുന്നത് ഞാൻ തന്നെ പറയാറുണ്ട്. നമ്മൾ ഏത് ജോലിയിലാണോ അല്ലെങ്കിൽ ഏത് തരം ഷോട്ടിലാണോ എൻഗേജ്ഡ് ആവുന്നത് അതിനനുസരിച്ചുള്ള ഒരു ടെൻഷൻ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും. അല്ല, ജഗദീശ്വരനാണെങ്കിലും ഇപ്പൊ നമ്മൾ കേവില് ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലാം മൊത്തം നൈറ്റാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആള് നമ്മൾ ഉറക്കം കളഞ്ഞിട്ടിരിക്കുന്നു. അപ്പം ജഗദീശേട്ടൻ മറ്റേ കാരവനിലോട്ടോ അങ്ങോട്ടൊന്നും പോകത്തില്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന അവിടെ തന്നെ ഇരുന്നിട്ട് സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കും. അപ്പൊ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ചേട്ടാ ഓക്കെ അല്ലേ, കുഴപ്പമില്ലല്ലോ എന്ന് നമ്മൾ ഒരു ഇത് ചോദിക്കണമല്ലോ. അപ്പൊ പക്ഷെ ജഗദീശന് ഭയങ്കര ഒരു സപ്പോർട്ടീവായിട്ട് അവിടെ പേഷ്യൻസ് ഞാൻ കണ്ടത് നമ്മൾ അന്ന് ആ ബീച്ചിൽ ഷൂട്ട് ചെയ്ത ഒരു പുള്ളിക്കാരൻ സാൽവേഷൻ പുള്ളി കടലില് പുള്ളി പണിക്ക് പോയി, പണി കഴിഞ്ഞ് തിരിച്ചു വന്ന് പുള്ളി 2 അടിച്ചിട്ട് പുള്ളി ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ അതൊന്ന് ജഗദീഷ് ചേട്ടൻ അയാളെ ഹാൻഡിൽ ചെയ്ത രീതിയെ ജഗദീഷ് ചേട്ടനെ പോലത്തെ ഒരു സീനിയർ ആർട്ടിസ്റ്റിന് വേണമെങ്കിൽ ഇറിറ്റേറ്റ് ആവാം. എന്റെ അടുത്ത് വന്നിട്ട് പുള്ളി സംസാരിച്ചു മറ്റേ പ്രളയം 2018 അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയപ്പോ ഞാൻ അങ്ങനെ തിരിച്ചു നിൽക്കുന്നു. വേറെ ആരൊക്കെ സിനിമയിൽ എന്റെ അടുത്ത് വെച്ചപ്പോ ഞാൻ അപ്പൊ എന്റെ കൗതുകം വെച്ചാൽ പുള്ളിയുടെ പേര് അജയ് എന്നായിരുന്നു. അപ്പൊ ഞാൻ ഈ സിനിമയുടെ പേര് അജയൻ 2ാം വർഷം. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറച്ച് പേരുണ്ട്, ജഗദീഷേട്ടനൊക്കെ ഉണ്ട്. അപ്പൊ ജഗദീഷ ഏത് നമ്മുടെ മുകേഷ് സിദ്ദിഖ് ജഗദീഷ് മറ്റേ മുകേഷ് സിദ്ദിഖ് സായികുമാർ ജഗദീഷ് ആ ജഗദീഷാണോ? ആ അതെ. എവിടെയുണ്ട്? അപ്പൊ പുള്ളി ഇങ്ങനെ നോക്കിട്ട് അതായത് ജീവിതത്തിൽ ടെൻഷൻ എന്ത് പെട്ടെന്ന് വയസ്സായപ്പോയല്ലോ, ആകെ ഇങ്ങനെയായല്ലോ, എന്ത് പറ്റിയത് എല്ലാം ശരിയാവുന്നൊക്കെ പറഞ്ഞ് പുള്ളി സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പാട്ട് പാടുമെന്ന് ചോദിച്ചു. പുള്ളി പാട്ട് പാടുകയും ചെയ്തല്ലേ, പാട്ട് പാടിക്കൊടുത്ത് ജഗദീശന്റെ പാട്ടൊക്കെ പാടിക്കൊടുത്തു. പക്ഷെ അയാളും ഒരു മോശം ഇന്റൻഷനോട് കൂടിയിട്ടുള്ള അല്ല, പാവമാണ്, സാധുവാണ്. ഇറിറ്റേറ്റ് ചെയ്യാൻ ആൾക്കാർ എങ്ങനെയാണ് ഇങ്ങനെ ഒതുക്കി വിടുക? അല്ല, ഒതുക്കി വിടുക എന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് നമ്മളവിടെ വളരെ ടെൻസ്ഡായിട്ട് ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷോട്ടാണ് എടുക്കുന്നത്. ഒരു വള്ളം മണിയൻ കൊണ്ടുപോവുകയാണ് സ്വന്തം എഫേർട്സിൽ. എൻ്റെ ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതിൽ കവിഞ്ഞ് മണിയനാണ് അത് വലിച്ച് കയറ്റുന്നത്. ആ സീൻ വെയിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നാട്ടുകാരുടെ സഹകരണം കൂടെ വേണം. അപ്പോൾ അവർ സഹകരിക്കാൻ ഞാൻ ഒരാളുമായിട്ട് വെറുതെ ഉടക്കുണ്ടായി കഴിഞ്ഞാൽ എന്താണ് മദ്യപിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ പക്ഷം പറയാൻ ഒരു 2 പേര് കാണും. ചിലപ്പോൾ ഞാൻ അതിനേക്കാളും വലിയ ഡിസ്റ്റർബൻസ് ആയി മാറും. അതിനേക്കാളും അയാൾ എൻ്റർടൈൻ ചെയ്തു, ബാക്കി എല്ലാവരും ചിരി തുടങ്ങി. ഞാൻ ഇയാൾ സംസാരിക്കുന്നതിനനുസരിച്ച് ഞാൻ കൗണ്ടർ അടിച്ചിട്ട് അവരെല്ലാവരും നാട്ടുകാരെല്ലാം ചിരിയായി, എല്ലാവരും പോകാൻ നേരത്ത് വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മളെ യാത്രയാക്കി. അതാണ് വേണ്ടത്. ഈ സിനിമയുടെ ഭാഷ എന്താ? ഏത് ടൈപ്പ് ഓഫ് ആക്സെന്റ് ആണ്? കണ്ണൂരാണോ? കുറച്ച് ഒരു വടക്കൻ മലബാർ എന്ന് പറയാം, അല്ലാതെ ഏതെങ്കിലും ഒരു സ്പെസിഫിക് കണ്ണൂർ അല്ല. കൂടുതലും എനിക്കത് കാസർഗോഡിനോട് അടുത്ത് വെക്കുന്ന നീലേശ്വരം. അത് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല ആ ഭാഷ? അത് പിടിക്കാനായിട്ട് ഞങ്ങൾ കൂടെ തന്നെ ഒരു ഡയലക്ട് കോച്ച് ഉണ്ടായിരുന്നു, ഡയലക്ട് കോച്ച് ഉണ്ടായിരുന്നു. ഡബിങ്ങിലും ഉണ്ടെങ്കിലും ഞാൻ ഡബികളൊന്നും അജയന്റെ 2ാം മോഷണത്തിനും 3ാം മോഷണത്തിനും 4ാം മോഷണത്തിനും ബാല്യമുണ്ടോ? കണ്ടുപോക്കെ. അല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ അവസാനം കാണിക്കുമ്പോൾ ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവം ഇതിനകത്തില്ല. പക്ഷെ വേണമെങ്കിൽ സ്പിൻ ഓഫുകളോ ഈ അജയന്റെ 2ാം മോഷണത്തിൽ റൊമാൻസ് ഉണ്ട്. റൊമാൻസ് റൊമാൻസ് ഉണ്ട്, നല്ല ആക്ഷൻ ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആക്ഷൻ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ പടം കാണുന്ന ആളാണ്. ആക്ഷൻ കൊറിയോഗ്രാഫി വളരെയധികം ജനം ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ് അല്ലേ? രേഖ തിയേറ്ററിൽ പോയി നമ്മൾ ഒരുമിച്ച് തിയേറ്ററിൽ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. ഹസ്ബൻഡായിട്ട് വരുമ്പോൾ ഞങ്ങൾ ന്യൂ തിയേറ്ററിൽ ഹിന്ദി സിനിമ കാണാൻ പോകുമ്പോൾ ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ ആക്ഷൻ ഇതിനകത്ത് ഉണ്ടാവും. ദെൻ ഇതിനകത്ത് എന്താ പറയുക, എല്ലാ ജനറേഷനും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അജയൻ വേണമെങ്കിൽ യൂത്തിൻ്റെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറായിരിക്കും. മണിയൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറായിരിക്കും. കുഞ്ഞിക്കേളെന്ന് പറയുന്നത് ഒരു വലിയൊരു ബിംബമായിട്ട് തന്നെ നിൽക്കുന്നു. ഈ സിനിമയുടെ ടെക്നീഷ്യൻസ് ജോമോനാണെങ്കിലും എഡിറ്റർ ആണെങ്കിലും മ്യൂസിക് ഫസ്റ്റ് ആണല്ലേ? ദീപന്റെ ഫസ്റ്റ് സിനിമയല്ലേ മലയാളം? തമിഴ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ആയിട്ട് ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നുണ്ടാവുക നിങ്ങളെല്ലാവരും തന്നെ? അല്ല, മൊയ്തീൻ വർക്ക് ചെയ്യുക. മേക്കപ്പ് ആരായിരുന്നു? ഇതിന് മേക്കപ്പ് വളരെ അത്യാവശ്യം. ഓക്കെ. ആൻഡ് കോസ്റ്റ്യൂം ഞങ്ങള് സ്റ്റാറിംഗ് പൗർണമി ചെയ്തിട്ടുണ്ട്.
അതായത് ഈ സിനിമ ഞങ്ങളൊക്കെ ആദ്യം ഇപ്പൊ ജഗദീഷേട്ടൻ 3D വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് 3D അഭിനയിച്ച ആളാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് 3D. അതാണ് എന്റെ ഫസ്റ്റ് ഫിലിമാണത്. എന്റെ ഫസ്റ്റ് ഫിലിമാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. അന്ന് 3D എന്താണെന്ന് എനിക്ക് അറിയില്ല. ഫസ്റ്റ് ഫിലിം 3D. അപ്പൊ ഈ 3D എന്ന് പറയുമ്പോ ഞാനൊക്കെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ 3D സിനിമകൾ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 3D സിനിമയിൽ അഭിനയിക്കുന്നത്. ഞാൻ ഇതിന്റെ 3D കണ്ടന്റ് ആകെ കണ്ടിട്ടുള്ളത് ഇതിന്റെ ടീസർ. ഞാൻ 2Dയിലും കണ്ടിട്ടുണ്ട്, 3Dയിലും കണ്ടിട്ടുണ്ട്. അത് നല്ല വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമ കൊണ്ട് പ്രേക്ഷകർക്ക് ഓഫർ ചെയ്യുന്ന എന്റർടൈൻമെന്റ് അതിന്റെ പൂർണ്ണതയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ അത് 3Dയിൽ തന്നെ കാണണം. അജയന്റെ 2ാം വർഷം സിനിമയിൽ അഭിനയിച്ച ശേഷം മനസ്സിന് സന്തോഷമായിട്ടൊരു സമയമാണ്. അപ്പൊ മനസ്സിൽ വരുന്നൊരു ഗാനം 4 വരി. എന്റെ അടുത്തൊക്കെ പറയുമ്പോ എല്ലാം പഴയ പാട്ടുകളാണ്. ഞാൻ പഴയ പാട്ടിന്റെ ആളാ. रंगत तेरी सूरत सी किसी में नहीं नहीं, खुशबू तेरे बदन से किसी में नहीं नहीं, रंगत तेरी सूरत सी किसी में नहीं नहीं, वो खुशबू तेरे बदन से किसी में नहीं नहीं, रंगत तेरी सूरत से किसी में नहीं नहीं. ഞങ്ങളുടെ ആൾക്കാരുണ്ട്. പാട്ട് ഞങ്ങൾ അജയന് മാത്രമല്ല കടപ്പുറത്ത് പാടി കൊടുക്കും. അപ്പൊ എന്തായാലും ഇനി സിനിമ കണ്ട ശേഷം ഞാൻ നിങ്ങളെ എല്ലാരും വിളിക്കുന്നതായിരിക്കും. സിനിമ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അതെ സിനിമ കൂടുതൽ സംസാരിക്കാം. അതെ തീർച്ചയായും. ഓക്കെ, താങ്ക് യു. താങ്ക് യു.